കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടാണ്. കേവലം 4 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥാനാർത്ഥികളെല്ലാം പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. തുടക്കം മുതൽ തന്നെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർ പിന്നീട് ചില വിവാദങ്ങളിലൂടെ പിന്തള്ളപ്പെട്ട് അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ വിജയസാധ്യത കൂടുന്ന ട്രെൻഡാണിപ്പോൾ. അത്തരത്തിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് പിന്തള്ളപ്പെട്ടു പോകുകയും വിജയിക്കില്ല എന്ന് ഉറപ്പിച്ചവർ അപ്രതീക്ഷിതമായി വിജയസാധ്യതയിൽ വരികയും ചെയ്ത സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നോക്കാം. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കെ ശൈലജ ആദ്യം തന്നെ മത്സരരംഗത്ത് സ്ഥാനം പിടിച്ചിരുന്നു. സിറ്റിംഗ് എംപിമാർ തന്നെ മത്സരിക്കട്ടെ എന്നായിരുന്നു UDFന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ മുരളീധരന്റെ ബാനറുകളും മറ്റും വടകരയിലുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് വടകരയിൽ ഷാഫി പറമ്പിലെത്തുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ ശൈലജയുടെ പ്രചാരണ നടപടികൾ പകുതിയായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വടകരയിൽ കെ ശൈലജയ്ക്ക് വിജയസാധ്യത പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. TP ചന്ദ്രശേഖറിന്റെ കൊലപാതകം പ്രചാരണായുധമാക്കി കോൺഗ്രസ് വടകരയിൽ പ്രചാരണം നടത്തിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. ശൈലജ പ്രചാരണത്തിലൂടെ കുതിക്കുമ്പോഴായിരുന്നു പാനൂർ ബോംബ് സ്ഫോടനമുണ്ടായത്. സംഭവത്തിൽ ഡിവൈഎഫ്ഐക്കാരുടെ പങ്ക് LDFന് പാരയായി മാറി. അതോടെ ഷാഫി കത്തിക്കയറുകയും ചെയ്തു. പിന്നീടായിരുന്നു മോർഫിംഗ് ആരോപണവുമായി ശൈലജ ഷാഫിക്കെതിരെ രംഗത്ത് വന്നത്. അതോടെ ശൈലജയുടെ ഗ്രാഫ് ഉയർന്നു. എന്നാൽ മോർഫ് ചെയ്ത വീഡിയോ എന്നല്ല പോസ്റ്റർ എന്നാണ് പറഞ്ഞതെന്ന് ശൈലജ തന്നെ വ്യക്തമാക്കിയതോടെ ശൈലജയുടെ ഗ്രാഫ് വീണ്ടും താഴ്ന്നു. ഈ വിവാദങ്ങളോടെ ഈസിയായി ജയിക്കാമായിരുന്ന സാധ്യതയെ തച്ചുടച്ച UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലുമായി ജീവൻ മരണ പോരാട്ട മത്സരത്തിലൂടെ ജയിക്കേണ്ട അവസ്ഥയാണ് ശൈലജ ടീച്ചർക്ക്. എന്നാൽ ജയതോൽവി സാധ്യതകൾ നിശ്ചയിക്കാൻ സാധിക്കില്ല. വടകരയ്ക്ക് സമാനമാണ് തൃശൂരും. 2 തവണ മോദിയുടെ സന്ദർശനവും ജനപ്രീതിയും കൊണ്ട് വിജയസാധ്യത ഉറപ്പിച്ച സ്ഥാനാർത്ഥിയായിരുന്നു സുരേഷ് ഗോപി. എന്നാൽ നാക്കുപിഴ മൂലം ജനങ്ങളെ പ്രജ എന്ന് വിളിച്ചതും വണ്ടിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച കേസുമെല്ലാം ആ വിജയസാധ്യതയെ കുറച്ചു. പതിയെയാണെങ്കിലും LDFന്റെ സുനിൽകുമാർ വിജയസാധ്യതയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തൃശൂർ പൂരം സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ വരുന്നത്. പോലീസിന്റെ അനാവശ്യ ഇടപെടലുകൾ പൂരപ്രേമികളെ ചൊടിപ്പിച്ചു. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് പിണറായി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. തൃശൂർ പൂരം സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങളാണ് എത്തിയത്. എന്നാൽ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇത്തവണത്തെ പൂരം. പോലീസിന്റെ അനാവശ്യ ഇടപെടലും ബാരിക്കേഡുകൾ വെച്ച് ആളുകളെ തടഞ്ഞതും മറ്റും പൂരപ്രേമികൾക്ക് അസഹനീയമായി തോന്നി. സംഭവത്തിൽ കമ്മീഷണർ അങ്കിത് അശോകന്റെ തെറ്റായ ഇടപെടലാണെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷന്റെ അനുവാദപ്രകാരം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ കമ്മീഷണറെ സ്ഥലം മാറ്റാനൊരുങ്ങുകയാണ്. LDF സർക്കാരിന്റെ പോലീസ് സേന എന്ന വിമർശനം മൂലം തൃശൂരിലെ VS സുനിൽകുമാറിന്റെ വിജയസാധ്യത ഇതുമൂലം കുറയാൻ സാധ്യതയുണ്ട്. ഇതോടെ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ വിജയസാധ്യത ഉയർന്നു. ഇതിനു സമാനമാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ അവസ്ഥ. വിജയസാധ്യതയുണ്ടായിട്ടും നാമനിർദ്ദേശ പത്രികയിലെ സ്വത്ത് വിവാദത്തിൽ ആ വിജയസാധ്യത കുറഞ്ഞു. എന്തുകൊണ്ടും ശശി തരൂരിന് ഒത്തൊരെതിരാളിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. വിജയം പ്രതീക്ഷിച്ച ശശി തരൂരിനെതിരെയുള്ള രാജീവിന്റെ പരാതിയിൽ തരൂരിനെതിരെ കേസെടുത്തതും ശശി തരൂരിന് വെല്ലുവിളിയായി. ഇതോടെ ഇരു സ്ഥാനാർത്ഥികളെയും തള്ളി പന്യൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ്. അപ്രതീക്ഷിതമായുണ്ടായ ചില വിമർശനങ്ങളിലൂടെയും പരാമർശങ്ങളിലൂടെയും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ പിന്തള്ളപ്പെട്ടു പോയപ്പോൾ പ്രതീക്ഷിക്കാത്ത ചിലർ കുതിച്ചുകയറി. എന്നിരുന്നാലും വിജയം ആർക്കൊപ്പമെന്നറിയാൻ കാത്തിരിക്കേണ്ടി വരും.